മദീനത്തെ പള്ളിയിൽ രോഗികളായ ആൾക്കാരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടാരം കെട്ടിയിട്ട് ഒരു ക്ലിനിക്ക് അവിടെ പ്രവർത്തിച്ചിരുന്നു. ആ ക്ലിനിക്കിലെ ഒരു നഴ്സായിരുന്നു റുഫൈദത്തു ബിന്തു സഅദുൽ അസ്ലമിയത്തുൽ അൻസാരി എന്ന് പറയുന്ന ഒരു വനിത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോളം തന്നെ പ്രായമുള്ള റസൂല് മദീനയിലേക്ക് വരുമ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്, ഒരു നഴ്സാണ്. മാത്രമല്ല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ നഴ്സായിരുന്നു അത് എന്ന്. മാത്രമല്ല ആ റുഫൈദത്ത് ബിന്തു അസ്ലമിയുടെ പിതാവായ സഅദ് അദ്ദേഹം ആയുർവേദിക് പഠനത്തിൽ പരിജ്ഞാനമുള്ള ഒരു ഡോക്ടറായിരുന്നു എന്ന് കൂടി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. എന്ന് മാത്രമല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ തുടക്കക്കാരൻ ആരാണെന്നറിയാം, നമുക്കറിയാമല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ചരിത്രം നമുക്ക് ഗൂഗിൾ വരെ അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയുമല്ലോ. അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു സീന എന്ന് പറയുന്ന ഒരു മുസ്ലിം ഡോക്ടറായ ഒരു പണ്ഡിതനാണ്. അവിടെ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ മെഡിസിൻ സംബന്ധമായുള്ള ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഖാനൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. അനേകം നൂറ്റാണ്ടുകളോളം യൂറോപ്യൻ സർവകലാശാലയിൽ റഫറൻസ് മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ അൽ ഖാനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഈ ഇസ്ലാമിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. എന്തിനാണ് രോഗമായ ചികിത്സിക്കുന്നത്? ഒരു സ്ത്രീ പ്രസവവുമായി ബന്ധപ്പെട്ട് വീട്ടിലുള്ള പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടപ്പോൾ ചില ശബ്ദങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ കേട്ടു. ആന പ്രസവിക്കുന്നത് ഹോസ്പിറ്റൽ പോയിട്ടാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതൊക്കെ ഇസ്ലാമിനെ വളരെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. ഇത്തരം അഭിപ്രായങ്ങളിലും ഇത്തരം ശബ്ദങ്ങളിലും നമ്മൾ അകപ്പെട്ടു പോവുകയും അത്തരം ഒരു പൗരോഹിത്യത്തിലേക്ക് നമ്മൾ ചെന്നുപെടാനും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറുക്കും ഏലസും മന്ത്രിച്ചു നൂലും അതുപോലെ തന്നെ മന്ത്രിച്ച വെള്ളം കുടിച്ചാല് നേർച്ച നേർന്നത് കൊണ്ട് ഇതുകൊണ്ടൊന്നും അസുഖം മാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ കാലഘട്ടത്തിലും ലഭ്യമാകുന്ന ചികിത്സകൾക്ക് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായ ചികിത്സയായ പ്രാർത്ഥന, അത് മറ്റൊരു രീതിയാണ്. ഈ രണ്ട് രീതിയല്ലാത്ത മറ്റൊരു ചികിത്സാ രീതി ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.